ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പം സമയം എത്ര മണിയായെന്നറിയോ? 4 മണി. പുലർച്ചെ 4 മണിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരുക്കി കെട്ടിയിരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രാന്താന്ന് വിചാരിക്കും എനിക്ക്. യെസ്, ഐ എം മാഡ്. ഇന്നലെ നമ്മൾ രാമേശ്വരം കഫേയിൽ പോയി രാവിലെ, പിന്നെ ലുലു മോളിൽ പോയി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത്, പിന്നെ കുറച്ച് നേരം ഉറങ്ങി, വീണ്ടും രാത്രി കുക്ക് ചെയ്ത്, പിന്നെ ഐക്കയിൽ പോകാൻ പ്ലാൻ ഉണ്ടായി. പിന്നെ ഊഷ്മാന് തലവേനയാണ്ട് നമ്മൾ പോയില്ല. അപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് നമ്മൾ എങ്ങോട്ട് പോകാനാണ് ഒരുങ്ങിയിരിക്കുന്നത്? നന്ദി ഹിൽസിലോട്ട്. നന്ദി ഹിൽസിൽ നമുക്ക് കോട കാണാൻ പോവാം. അപ്പോൾ നമുക്ക് പോയാലോ? അവിടെ എത്തിയിട്ട് അവിടെ ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാം. ലെറ്റ്സ് ഗോ. ആരുമില്ല, ഞാനും മൂസമ്മയും മാത്രം. ആൻഡ് ബാംഗ്ലൂർ വരെയാണ് നിങ്ങൾ ബൈക്കിലാണ് യാത്ര ചെയ്യണമെങ്കിൽ എത്ര രാവിലെ ആയിക്കോട്ടെ എത്ര പകലായിക്കോട്ടെ ക്യാരി എ മാസ്ക് ഓർ എ സ്കാർഫ്, ഇല്ലെങ്കിൽ പൊടി മൊത്തം വായലാവും. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 70 കിലോമീറ്റേഴ്സാണ് നന്ദി ഹിൽസിലോട്ടുള്ളത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1 hour 15 minutes. ഞങ്ങൾ ഭയങ്കര സ്ലോലിയാണ് പോയത്. ഉസ്മാൻ ഒരു 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, എങ്കിലും വഴി അത്ര എക്സാക്റ്റായിട്ട് അറിയില്ല. ഞങ്ങൾ ഗൂഗിൾ മാപ്പിലിട്ടിട്ടാണ് പോയത്. വരണ വഴിയൊക്കെ പൊളിയായിരുന്നു കേട്ടോ. നല്ല ഗ്രാമത്തിൽ കൂടെ കുറച്ച് ദൂരം, പിന്നെ കുറച്ച് ദൂരം 2 സൈഡിലും തോട്ടവും കൃഷിയൊക്കെ ആയിരുന്നു. അത് നല്ല കിടുവായിരുന്നു. രാത്രി അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല, വെളുപ്പിന് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. പോണ സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളൊരു വീക്ക് ഡേയിലാണ് പോയത്, എന്നിട്ടും പോലും നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങിൻ്റെ ഒക്കെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഉള്ളിലും അതേ നല്ല തിരക്കായിരുന്നു കേട്ടോ. എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 10 rupees, ബൈക്കിന് 40, പിന്നെ കാറിന് 100. ഉള്ളിലോട്ട് നമുക്ക് കാറ് കൊണ്ടുപോകാം, അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കാശ് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു കോട്ട വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഇതേപോലത്തെ സ്റ്റെപ്പാട്ടോ. ഫുൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കോട്ടേജസും അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളി വൈബായിരുന്നു. ഭയങ്കര പച്ചപ്പും കോടയും തണുപ്പും കിളികളുടെ ശബ്ദവും നല്ല സൂപ്പർ വൈബായിരുന്നു കേട്ടോ. ഇവിടെ ഓപ്പണിംഗ് ടൈം മോർണിംഗ് 5:30 ടു ഈവനിങ് 5:30 ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഐ എം നോട്ട് ഷുവർ. ഞങ്ങൾ പോയപ്പോൾ എന്തായാലും ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. പിന്നെ ഇത് ഇവിടത്തുകാരുടെ ഒരു മിനി മൂന്നാർ ഊട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ എല്ലാവരും സൺറൈസ് കാണാനായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഹില്ലിൻ്റെ മുകളിൽ ഒരു നന്ദിയുടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആർക്കിയോളജിക്കൽ ടിപ്പു സുൽത്താൻ്റെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറേ ഫോട്ടോജനിക് ആയിട്ടുള്ള കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. കണ്ടില്ലേ ആ ഒരു ട്രീ ഹൗസ് പോലത്തെ ഒരു സംഭവം? ആ ഒരു ഇതിൻ്റെ മേലെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയൊക്കെ നമുക്ക് പോയി ഫോട്ടോസ് എടുക്കാം. അവിടെ പോയാൽ മുകളിലത്തെ വ്യൂസൊക്കെ കാണാം. നല്ല അടിപൊളി പ്ലേസ്, നല്ല ശാന്തമായിട്ട് കിളികളുടെ ശബ്ദവും അങ്ങനെയൊക്കെ ആയിരുന്നു. കണ്ടോ ഓരോരോ ഇങ്ങനെ ട്രീ ഹൗസ് പോലെ, ഇങ്ങനെ ട്രീ ഹൗസ് അല്ല, ഒരു സംഭവം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് മുകളിലേക്കായിട്ട്. അപ്പം നമുക്ക് മുകളിൽ നിന്ന് വ്യൂസൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ മാപ്പ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട്, ഇത്രയും സ്ഥലങ്ങളുണ്ട്. കോട്ടേജസ് ആയിട്ടും ടെമ്പിൾസ് ആയിട്ടും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും ഈ സ്റ്റെപ്പ് കയറണം. കുറേ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് മതിയാവും. പിന്നെ എല്ലാം സ്കാറ്റേർഡായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ പോയെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ട്രീ ഹൗസ് പോലെ, അതിൻ്റെ മുകളിലാണിത്. പക്ഷേ സൂക്ഷിക്കണം കേട്ടോ, ഭയങ്കര സ്ലിപ്പറിയാണ്. നല്ല വെള്ളമൊക്കെ ആയിട്ടേ, ഈ കോട വന്ന് ഇങ്ങനെ ആയിട്ട് ഫുള്ള് വെള്ളമായിട്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം. ഇനി ഈ വീഡിയോൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫോട്ടോ എടുത്താൽ ഇഷ്ടം പോലെ കേൾക്കും. ഞാൻ ഉസ്മാൻ അക്കൗണ്ട് ഒരു 10,000 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവന് മതിയായി എന്നെ അവിടെ കൊണ്ടുപോയിട്ട്. പിന്നെ ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നല്ലൊരു വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് മലയുടെ അടിയിലേക്ക് കാണാൻ പറ്റും. നല്ല കോട, സൺറൈസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പോയപ്പോൾ സണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും സൂര്യനെ കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്ന്
സൺറൈസ് കണ്ടില്ലേ ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയുടെ അവിടേക്ക് നമുക്ക് അലൗഡ് അല്ല, അത് ഓപ്പണും അല്ല. ഉള്ളിൽ പുറത്തേക്ക് മാത്രം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ കവാടത്തിൻ്റെ അവിടെ മാത്രം നിന്നിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി. എനിക്ക് ഇതേപോലത്തെ പുരാതനമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോണതും ഈ മ്യൂസിയത്തിലേക്കൊക്കെ പോണതും ഹിസ്റ്റോറിക്കൽ തിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ നല്ല ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പൊളി ലൊക്കേഷനാണ്. അടിപൊളിയായിട്ട് കിട്ടും. ഇതേപോലെ തന്നെയാണ് തഞ്ചാവൂർ പെരിയ കോവിലും. അവിടെ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെയും വീഡിയോ ഇങ്ങനെ ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ. മേ ബി ടച്ച് വുഡ് എപ്പോഴെങ്കിലുമൊക്കെ നടക്കട്ടെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ പോസിങ് ആണ്. ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോസിങ് ഒക്കെ ചെയ്തത്, പക്ഷേ ആ വീഡിയോ ആണ് എടുത്തത്. ഒരു വ്യൂ പോയിന്റിൽ നിന്നില്ലേ, അതിൻ്റെ താഴെയുള്ളൊരു സ്പേസാണ് കേട്ടോ. ഇവിടെ നിന്നും നമുക്ക് ആ വ്യൂ കാണാൻ പറ്റും. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇരിക്കാനും അങ്ങനെയൊക്കെ കൊടുത്തേക്കാണ്. ഇവിടെ അതിലും തിരക്കായിരുന്നു കേട്ടോ. ഒരു കണക്കിന് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഗ്രില്ലിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടിയത്. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കണ്ടാ നല്ല രസമില്ലേ. അടിയിൽ കുറേ ഗ്രാമങ്ങളും തോട്ടങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കാണാൻ പറ്റും. കോട എങ്ങനെ പോണതും കാണാൻ പറ്റും. ആ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ നടക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആട്ടോ ഇത്. ഇവിടെ കുറച്ച് പാർക്ക് പോലെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇതേപോലെ തന്നെ കുറേ ബെഞ്ചൊക്കെ ഇട്ടുണ്ട്. പക്ഷെ ഒന്നിലിരിക്കാൻ പറ്റില്ല. വെള്ളം ഇങ്ങനെ മോയ്സ്ചർ വന്നിട്ട് ഫുള്ള് വെള്ളം. അവിടെ നിന്ന് കുറച്ചും കൂടി നടന്ന് വരുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ. ഇവിടെ അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അവിടത്തേലും കുറച്ചും കൂടി ഇവിടെ നല്ല ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഓരോരോ വഴി കൂടെ ഓരോരോ ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ വ്യൂ പോയിൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. എനിക്കുണ്ടല്ലോ കാലിൽ നിന്ന് നടന്നു വന്നിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റും. This bungalow was used by Sir Mark Hubbard-K.C.B., Commissioner of Mysore during 1834-1861 and summer residence in 1996. This summer was during Smakrumila and converted as public guest house. അവിടെ നിന്ന് വരുന്ന വീഡിയോ എടുക്കാം. സൂപ്പർ ഫോട്ടോ കിട്ടും. നല്ല എസ്തറ്റിക് ഫോട്ടോ. ഇത് നെഹ്റു ഹൗസാണ്. ഇവിടുത്തെ ഗസ്റ്റ് ഹൗസാണ്. അതാണ് അവിടെ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചേക്കുന്നത്. ഇതെനിക്ക് അത്ര പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആയിട്ട് തോന്നിയില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല, പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നല്ല ഗാർഡൻ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. നെഹ്റു ഹൗസ് ഉള്ളിലേക്ക് അലൗഡ് അല്ല, ജസ്റ്റ് കാണാം, ഫോട്ടോസൊക്കെ എടുക്കാം. And let me show you the view. ഇതൊക്കെ ഫുൾ ഗാർഡൻസാ. ഇവിടെയൊക്കെ കുറേ അടിപൊളി ഫോട്ടോസ് കിട്ടും. ഇപ്പോഴും കോട പോയിട്ടില്ല അല്ലേ? ഇറങ്ങി ഇറങ്ങി ഇറങ്ങായിരുന്നു വീഡിയോ. മറ്റേ
അമ്പലമാണ് കണ്ടോ. പക്ഷെ ഉള്ളിലേക്ക് അലൗഡ് ആണോ എന്നറിയില്ല. ചെരുപ്പ് ഊരി കഴിഞ്ഞ ഉള്ളിലേക്ക് അലൗഡ് ആണ്, പക്ഷെ നമ്മൾ പോയില്ല. ആക്ച്വലി ഗൈസ് ഫോണിൽ അത്ര കോട പിടിക്കാനില്ല. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. കോട ഉണ്ടല്ലോ, നമ്മൾ നടക്കുമ്പോൾ വഴിയൊന്നും കാണുന്നില്ല. പക്ഷെ ഫോൺ അത് അത്ര ക്യാച്ച് ചെയ്യണില്ല. അവിടെ കണ്ടോ, അവിടെ ശരിക്കും നിറച്ച ആൾക്കാരുണ്ട്. പക്ഷേ കണ്ടോ വിസിബിൾ അല്ലല്ലോ ഇതിൽ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ബാംഗ്ലൂർ വന്ന് വൺ ഓഫ് ദി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നന്ദി ഹിൽസ് കേട്ടോ. എല്ലാവരും ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് അതൊക്കെയല്ലേ പോവാം. അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണത്. ഞാൻ സ്റ്റേ ചെയ്യണ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ, അവിടെയാണ് സ്റ്റേ ചെയ്യണം. അവിടെ നിന്നൊരു 1 hour 10-15 minutes ഒക്കെ ഉള്ളൂ. കണ്ട കുറേ കാണാനുണ്ട് ഇഷ്ടംപോലെ. അതൊക്കെ നോക്ക്, അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിപ്പോണ സ്ഥലം. പാത്വേ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാറ്റ് വീശണോണ്ട് കോട ഭയങ്കരമായിട്ട് സ്കാറ്റർ ചെയ്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ കാണുന്ന രണ്ടെണ്ണം ഒരു അമ്പലമാണ്. ഉള്ളിൽ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഹിൽസ് ഇറങ്ങി വരുന്ന ടൈമിൽ അടുത്തൊരു കഫേ ഉണ്ട്. ഇവിടെ കുറേ കഫേസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ചു. നിഞ്ച ടീ, കോഫി, വെജ് സാൻഡ്വിച്ച്, ചീസ് ബോൾസ് ആൻഡ് സമൂസ. രാവിലെ തന്നെ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ. ബദാം ഒക്കെ രാവിലെ തന്നെ കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. പക്ഷേ വി ഹാവ് ടു വേറെ വഴി കഴിച്ചിടാം. ചോറിനും ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. ചീസ് ബോൾസ് കഴിച്ചു. ഇല്ല, ഇതാണ് സമൂസ ഷീറ്റ് വറുത്ത് വന്നിരിക്കണം. ഉള്ളിലൊന്നുമില്ല, ഷീറ്റ് വറുത്ത് വന്നിരിക്കണം. നന്ദി ഹിൽസിൽ നിന്ന് ഇറങ്ങണേ കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കാണാനായിട്ട്. ഫുള്ളൊന്നും കണ്ടു കഴിഞ്ഞില്ല, എന്നാലും അടുത്തപ്പോൾ ഇറങ്ങി പോന്നു. നമ്മൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്നാക്സൊക്കെ കഴിച്ചു. ആൻഡ് ഇറങ്ങുമ്പോൾ ഐസ്ക്രീംസ്. ദിസ് വൺ ഇസ് സ്ട്രോബെറി ആൻഡ് ദിസ് വൺ ഇസ് വാനില. പക്ഷെ കൊടുക്കത്തെ വിലയാണ് ഇതിന്, ഭയങ്കര വില. ബീഫിൻ്റെ ഈ കോണിന് തന്നെ എക്സ്ട്രാ 20 rupees കൊടുക്കാം. നമുക്ക് വരുന്നുണ്ട് ടേസ്റ്റ്. നല്ലോണം. രാവിലെ നമുക്ക് കയറി വന്നപ്പോൾ ഈ പാർക്കിങ്ങൊന്നും നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കോടയൊക്കെ അത്യാവശ്യം പോയിട്ട്, എന്നാലും അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നന്ദി ഹിൽസ് കണ്ടു. ഫുള്ളൊന്നും കണ്ടില്ല കേട്ടോ. ഇവിടെ കുറേ ടിപ്പു സുൽത്താൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ്. കുറേ ആർക്കിയോളജിക് അങ്ങനത്തെ കുറേ മ്യൂസിയം, കോട്ടേജസ് ഒക്കെ. അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഫുൾ സ്കാറ്റർ ആയതുകൊണ്ട് ഫുൾ ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണെന്ന്, പക്ഷെ അപ്പോഴത്തേക്കും കുറേ നടക്കാണ്ട്, സ്റ്റെപ്സൊക്കെ നടക്കാണ്ട്, അതുകൊണ്ട് ഫുൾ കവർ ചെയ്യില്ല. എന്നാലും പോയ സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു.
രാവിലെ വരണം. രാവിലെ വന്നാൽ കോട കാണാം, പിന്നെ ഇവിടെയൊക്കെ നടക്കാനൊക്കെ സുഖമായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ 8:30 ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്കും വെയിൽ വന്നു. പിന്നെ ഇപ്പോൾ ഒരു 8 o'clock ഒക്കെ പോലെ ബസ് സർവീസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകണമെങ്കിൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ, ഇറങ്ങി വരാനും ഉണ്ട്. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൽ നിന്ന് ഇറങ്ങാൻ പോണേണ്. ഇവിടെ കയറണ വഴിയില്ലേ, മല കയറുന്ന വഴി നല്ല കിടുവഴിയായിരുന്നു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണുന്നുണ്ടായില്ല. ഇപ്പോൾ പോണ വഴി ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാവേ. ആൻഡ് ബൈ ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. 2 പേഴ്സണും പിന്നെ ഒരു ബൈക്ക് 2 വീലറിനും കൂടി 70 rupees ആയത്. അത് പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ബസ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടെ നമ്മൾ മലയുടെ മുകളിലേക്ക് ഈ ബസ് കൊണ്ടുപോകും. KSTCയുടെ ഗവൺമെൻറ് ഓഫ് കർണാടകയുടെ ബസ്സാണ്. അതാണ് എൻട്രൻസ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ദിസ് വൺ ഈസ് അമൃത് സരോവർ. ആൻഡ് നല്ല രസമല്ലേ, പക്ഷേ വെള്ളം ഇറങ്ങി കിടക്കണേ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അവിടേക്കൊക്കെ കുറേ സാധനമുണ്ട്, പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടൊന്നും അറിയാത്തുള്ളൂ. എല്ലായിടത്തും ഇങ്ങനെ പോലെ സ്റ്റെപ്പ് വെച്ചേക്കണത്, അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് പോകുന്നതൊന്നും അറിയില്ല. കണ്ടോ, അതിലേ നമുക്ക് സൺറൈസ് വ്യൂക്ക് പോവാം, പിന്നെ നമ്മൾ വന്ന വഴിയും പോവാം. ഒരുപാട് വഴികളുണ്ട്. ഈ സ്റ്റെപ്പ് കയറില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ പോണ വഴി അടിപൊളി വ്യൂ ആണെന്ന്. കാണാത് നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. മസ്റ്റ് വിസിറ്റ് ആണ് നിങ്ങൾ ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ടാറ്റാ.